പാതയോരത്ത് പൂന്തോട്ടമൊരുക്കി അയിരൂർ സ്വദേശി റിട്ടയർഡ് അധ്യാപകൻ ശ്രദ്ധേയനായി. അയിരൂർ കുരുടാമണ്ണിൽ വീട്ടിൽ ജെയിംസ് ആണ് റോഡ് സൈഡിൽ ലോൺ ഗാർഡൻ ഒരുക്കി മാതൃകയായത്. വീടിന് മുന്നിലെ അയിരൂർ പ്ലാങ്കമൻ മോളിക്കൽ പീടിക റോഡിന്റെ ഇരുവശങ്ങളിലായാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ പൂന്തോട്ടമൊരുക്കിയത്. വിശാല നെൽപ്പാടത്തിന്റെ വശം ചേർന്ന് കടന്നുപോകുന്ന പാതയോരം തനി നാട്ടുപാതയുടെ ഗ്രാമഭംഗിയിലാണ് സവിശേഷമായത്. നാട്ടിൻപുറത്ത് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ചെടികളും ഈ പാതയോര പൂന്തോട്ടത്തിലുണ്ട്. നാലുമണിച്ചെടി, ചെണ്ടുമല്ലി, ചെമ്പരത്തിയുടെ തനിച്ചെമപ്പ് എന്നിങ്ങനെ നാട്ടുപൂക്കളുടെ തനി ഗ്രാമീണ ഭംഗി. സംഗതി മനോഹരമാണെങ്കിലും പാതയോരം കയ്യേറി എന്ന വിമർശനമായിരുന്നു ഈ റിട്ടയർഡ് അധ്യാപകന് ആദ്യം നേരിടേണ്ടി വന്നത്. പക്ഷേ പിന്നീട് പൂവിരിഞ്ഞു വന്നതോടെ അഭിപ്രായം നല്ല ചന്തമുള്ളതായി മാറി. നല്ല അഭിപ്രായമാണ് ഇപ്പോൾ. നേരത്തെ ഇതിന് എൻക്രോച്ച്മെന്റ് ആണെന്നും ഇത് വഴിക്ക് തടസ്സം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞവരുണ്ട്, നിരുത്സാഹപ്പെടുത്തി പലരുണ്ട്. പക്ഷേ അതൊന്നും നോക്കാതെ ഞാനിത് ഈ ഇത്ര അധ്വാനിക്കുന്ന സമയത്ത് വേറെ വീട്ടിലെന്തെങ്കിലും പണി ചെയ്യല്ലോ എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ അവസാനം ഇത് ഭംഗിയായി കഴിഞ്ഞപ്പം നല്ല പ്രോത്സാഹനമാണ് പലരിൽ നിന്ന് കിട്ടിയത്. കോഴഞ്ചേരിയിൽ വെച്ച് നടന്ന പുഷ്പമേളയിൽ ലോൺ ഗാർഡനിങ്ങിന് 2ാം സ്ഥാനം നേടുകയും ചെയ്തു. ഉദ്ദേശം 500 മീറ്ററോളം ദൂരത്തിലാണ് റോഡിന് ഇരുവശങ്ങളിലുമായി പൂന്തോട്ടമൊരുക്കിയിട്ടുള്ളത്. ഔഷധ ചെടികളും ഇക്കൂട്ടത്തിലുണ്ട്. ചിത്രകലാ അധ്യാപകനായിരുന്ന ജെയിംസ് കുരുടാമണ്ണിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നടൻ വേണു നാഗവള്ളിയുടെ ചില്ല് എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിക്കുന്ന സമയത്ത് ലെനിൻ രാജേന്ദ്രന്റെ ചില്ല് ഫിലിം ഇത് പൊന്മുടി ഷൂട്ടിംഗ് നടക്കുന്നു. അവിടെ പോയിട്ട് ക്യാമ്പ് ഫയറിലൊക്കെ പങ്കെടുക്കാനും ഒരു വട്ടം കൂടുന്ന ആ പാട്ടിൻ്റെ ഒക്കെ കൊണ്ട് ഗിറ്റാറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഒരു റയർ ചാൻസ് കിട്ടിയതാണ്. 4-5 ദിവസം ഞാൻ പൊന്മുടിയിൽ താമസിക്കാൻ പോയി. പിന്നെ പഠനമൊക്കെ നഷ്ടപ്പെടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ മുന്നോട്ട് പോയില്ല. ഉണ്ടായിരുന്നു. ഫൈൻ ആർട്സ് കോളേജിലെ കൂടുതൽ കുട്ടികളായിരുന്നു എൻ്റെ അതിലുണ്ടായിരുന്നത്. രാജീവ് അഞ്ചലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു അവസരമല്ല. ഒരു റോൾ ഇങ്ങനെ ഒന്ന് കയറുക, ഒരു മുഖം കാണിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതിയിരുന്നു. വ്യത്യസ്ത ഇനം ചെടികളാൽ ജെയിംസിന്റെ വീടിനു ചുറ്റുമുണ്ട് നല്ല മനോഹരമായ പൂന്തോട്ടം. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ അധ്യാപിക ഷീബയാണ് ഭാര്യ. നർത്തകിയും എറണാകുളം മഹാരാജാസ് കോളേജിലെ ഗസ്റ്റ് അധ്യാപികയുമായ അനു മകളും ഭോപ്പാലിൽ എഞ്ചിനീയറിംഗായ ആൻസ് മകനുമാണ്. പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി.